ഇന്ന് എന്റെ ബോസിന്റെ ബർത്ത്ഡേ പാർട്ടി വിശേഷങ്ങളായാലോ. അങ്ങനെ നമ്മളൊരു തംസപ്പ് ഒക്കെ കൊടുത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഖത്തറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഈവന്റ് സ്പോട്ട് ആയിട്ടുള്ള ഭാരത് ടേസ്റ്റി റെസ്റ്റോറന്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്തത്. മാഷാഅല്ലാ നമ്മളെ എടുത്ത തീരുമാനം ബെസ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കിഡിലായിട്ടായിരുന്നു ചെയ്തു തന്നിരുന്നത്. അതുപോലെ ഡെക്കോർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഖത്തറിലെ ഫ്രണ്ട് ആയിട്ടുള്ള ആദർശാണ് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ വെച്ചായിരുന്നു ബോസിന്റെ പാർട്ടി നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത്. ബോസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മോനെ തന്നെയാണ്. അങ്ങനെ നാട്ടിൽ വെച്ച് ബർത്ത്ഡേ പാർട്ടി നടത്താമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഹസ്ബൻഡിന് നാട്ടിലേക്ക് വരുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ എന്തായാലും മോന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് നടത്താതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി എടുത്തൊരു തീരുമാനമാണ് ഞാനും മോനും കൂടെ തിരിച്ച് ഖത്തറിലേക്ക് തന്നെ വരാമെന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ മോന്റെ ആദ്യത്തെ ബർത്ത്ഡേ ഒരു ഇന്റർനാഷണൽ രീതിയിലേക്ക് മാറിയത്. അങ്ങനെ നമ്മൾ വിചാരിച്ചതിനെക്കാളും അടിപൊളിയായിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തത്. ഖത്തറിലെ ഗോൾഡൻ ബ്രൗൺസ് ബൈ ഫാത്തിമ എന്ന ഹോംമെയ്ഡ് കേക്ക് ആട്ടോ നമുക്ക് അത്ര ബ്യൂട്ടിഫുൾ കേക്ക് സെറ്റ് ചെയ്ത് തന്നെ. അങ്ങനെ ഈവനിങ് ഒരു 7:30 ആയപ്പോൾ തന്നെ നമ്മുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ പാർട്ടിയിൽ കൂടുതൽ നമുക്ക് ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയത് ഇക്കാടെ കമ്പനിയിലെ ഡയറക്ടർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഫാമിലി ഫുൾ ആയിട്ട് വന്നെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തതെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നമ്മൾ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വി ആർ റിയലി ഹാർട്ട്ഫുള്ളി താങ്ക് യു ഓൾ. അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ പാർട്ടി ഒരു കളർഫുൾ ആക്കി തന്നെ മാറ്റി. അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ്റെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുകയും നമ്മൾ എല്ലാവരുമായിട്ട് കൂടി ചേർന്ന് കുറേ അധികം ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. സത്യത്തിൽ ഒരു ഫാമിലി ഒത്തുചേർന്നാൽ എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു നമ്മുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആക്ച്വലി നമ്മൾ ഖത്തറിൽ വെച്ച് പാർട്ടി നടത്താൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും ഇത്ര അടിപൊളിയാവുമെന്നൊന്നും നമ്മൾ കരുതിയിരുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാളും അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഈ പാർട്ടി ഉഷാറാക്കി തന്നു. എല്ലാവരും ഡ്രസ്സ്, ടോയ്സ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൊണ്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കി തന്നു. ഇതെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫുഡ് സെക്ഷനാണ് എടുത്തത്. നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് ആ രീതിയിലെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഭാരത് റെസ്റ്റോറന്റ് നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് അറേഞ്ച് ചെയ്ത് തന്നെ. വന്നവരെല്ലാം ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് മാഷാഅല്ലാ ഒരുപാട് സന്തോഷം അതിൽ. അപ്പോൾ ഖത്തറിലുള്ളവർ ആരെങ്കിലും ഈവൻറ്റ്സ് പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മടി കാണിക്കേണ്ട. ഭാരത് റെസ്റ്റോറന്റ് നല്ല കിടിലൊരു സ്പോട്ട് തന്നെയാണ്. അവരുടെ ഫുഡും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്ന രീതിയിൽ പക്കയായിട്ട് തന്നെ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ കളറാക്കി തന്ന ഭാരത് റെസ്റ്റോറന്റിനും ഡെക്കോർ ചെയ്തെന്ന ആദർശേട്ടന്റെ പാർട്ടി മെലോൺ എന്ന ഗ്രൂപ്പിനും കേക്ക് സെറ്റ് ചെയ്ത് തന്ന ഫാത്തിമയ്ക്കും അതുപോലെ ഞങ്ങളുടെ ഫംഗ്ഷൻ വന്ന് ചേർന്നിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ യാത്രയാക്കിയേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.